എടവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വീഴ്ച പറ്റിയവരുടെ പേരെടുത്തു പറയണമെന്നും നടപടി ശുപാർശ വേണമെന്നും മന്ത്രി KSEB ചെയർമാൻ മന്ത്രി നിർദ്ദേശം നൽകി. സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് ഒരു ഉദ്യോഗസ്ഥന്റെയും പേരെടുത്ത് പരാമർശിക്കാതെ. പാർട്ടിയിൽ നിന്ന് VS നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി സുരേഷ് കുറുപ്പും VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവ് ഉന്നയിച്ചു എന്ന് സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി V ശിവൻകുട്ടി. ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. VS മരിച്ച ശേഷം അനാവശ്യ ചർച്ചകളെന്നും മന്ത്രി. സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ കെടുതി രൂക്ഷം. മണ്ണിടിഞ്ഞ് മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം നിലച്ചു. മരവും പാറക്കല്ലുകളും വീണ് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. കോഴിക്കോട് വിലങ്ങാട് മിന്നൽ ചുഴലി. ഡാമുകൾ തുറന്നു. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഷോക്കേറ്റ് വീണ്ടും മരണം. പാലക്കാട് കൊടുമ്പിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. മരിച്ചത് ഓലശ്ശേരി സ്വദേശി മാരിമുത്തു. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ ചുമതല N ശക്തന്. പാലോട് രവി ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുവെന്നും ചില വാക്കുകൾ ഒഴിവാക്കേണ്ടിയിരുന്നു എന്നും ശക്തൻ. വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ സമനിലയ്ക്കായി ഇന്ത്യ പൊരുതുന്നു. അർദ്ധ സെഞ്ചുറിയുമായി ശുഭ്മാൻ ഗില്ലും രാഹുലും ക്രീസിൽ. വനിതാ ചെസ് ലോകകപ്പ് ഫൈനൽ ആദ്യ മത്സരം സമനിലയിൽ. 2ാം മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയും ഏറ്റുമുട്ടും. ജയിക്കുന്നയാൾ ചാമ്പ്യൻ.